നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സഫ് കെട്ടുന്നതിൻ്റെ കുറേ വിഷയങ്ങളുണ്ട്. അതിപ്പോൾ പൂർണ്ണമായി പറയല്ല. ഒരു കാര്യം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ജമാഅത്തിന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സഫ് അല്ലെങ്കിൽ 2 സഫ് പൂർത്തിയായിരിക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് സഫ് പൂർത്തിയായതിൻ്റെ ശേഷം വന്ന ആൾ ഒറ്റക്ക് സഫിൽ ബേക്കിലെ സഫിൽ നിൽക്കുന്നത് കറാഹത്താണ്. ഒരു വക സാധിക്കുമെങ്കിൽ മുന്നിലുള്ള ആ സഫിൽ തന്നെ ഗ്യാപ്പ് കിട്ടുമെങ്കിൽ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഒരാളെ സഫിൽ നിന്ന് ഇങ്ങോട്ട് മെല്ലെ പിടിച്ച് വലിച്ച് ഇറക്കി കൂടെ നിർത്തുക എന്നതാണ് മസ്അല. അത് അതിനെ സംബന്ധിച്ച് പിടിച്ച് വലിക്കുന്ന ആൾക്കും വലിക്കപ്പെടുന്ന ആൾക്കും ആ മസ്അല നല്ലപോലെ അറിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് അത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും നമ്മളെ തോൾ കൈ പിടിച്ചിട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ബേജാറൊന്നും വേണ്ട. അത് ഒറ്റക്ക് ഒരാൾ സഫിൽ നിൽക്കുന്നത് കറാഹത്ത് ആയതുകൊണ്ടാണ്. ഇനി പോകട്ടെ, 1 or 2 ആള് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നാൽ സഫ് പൂർത്തിയായതിൻ്റെ ശേഷം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുന്നത്, ഞാനിപ്പോൾ എൻ്റെ സാർത്ഥതയാണ് നോക്കുക, വേറെ ആളെ പറ്റി പറയണ്ടെന്ന് ഒരു പ്രശ്നമില്ല, ഞാൻ തന്നെ പറയാം. ഞാൻ എവിടെയെങ്കിലും അടുത്ത സഫിൽ ഫാനിൻ്റെ നേരെ ചോട്ടിൽ പോയി നിൽക്കുക, എന്നിട്ട് വേറെ ഉള്ള ആളുകളെ ഇങ്ങോട്ട് വിളിക്കുക. അല്ലെങ്കിൽ ഒരാൾ അവിടെ പോയി നിൽക്കുന്നു, എന്തോ ഒരു സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് ഇപ്പുറത്തുള്ള ആളുകളെ 1 or 2 ആളുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ടോ. എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? രണ്ടും ശരിയല്ല. സഫിൻ്റെ ഇങ്ങേ ഭാഗത്ത് വന്ന് നിന്ന് മറ്റേ ആളെ അങ്ങോട്ട് വിളിക്കുന്നതും ശരിയല്ല, ഇപ്പുറത്ത് പോയി നിന്നിട്ട് അയാളെ ഇങ്ങോട്ട് വിളിക്കുന്നതും ശരിയല്ല. പിന്നെ എവിടെയാണ് നിൽക്കേണ്ടത്? ഫാന് അതിൻ്റെ സ്പോട്ടിൽ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇമാമിൻ്റെ നേരെ പിൻവശം എവിടെയാണ്? നേരെ ബേക്കിൽ ആണ് നിൽക്കേണ്ടത്.